നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, റോഷ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: റോഷ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയല്ലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാർസികൾ, കൂശ്യർ, പൂത്യർ, ഗോമേരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗർമ്മ ഗൃഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുവിക്കുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹത്തെ ഒക്കെയും ഒരുക്കുക. നീ അവർക്ക് മേധാവിയായിരിക്കുക. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. എന്നാൽ അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വന്ന് എല്ലാവരും നിർഭയമായി വസിക്കും. നീ മഴക്കോൾ പോലെ കയറി വരും. നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അന്നാളിൽ നിന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നും. നീ ഒരു ദുരുപായം നിരൂപിക്കും. അതിലില്ലാത്ത ഗ്രാമങ്ങൾ ഉള്ള ദേശത്ത് ഞാൻ ചെല്ലും. കൊള്ളയടിക്കേണ്ടതിനും കവർച്ച ചെയ്യേണ്ടതിനും ശൂന്യമായി കിടന്നിട്ട് വീണ്ടും നിവാസികൾ ഉള്ള സ്ഥലങ്ങൾക്ക് നേരെയും ജാതികളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ടും കന്നുകാലികളെയും ധനത്തെയും സമ്പാദിച്ചും ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനത്തിന്റെ നേരെയും കൈനീട്ടേണ്ടതിനും ഒട്ടൊഴിയാതെ മതിലും ഓടാമ്പലും കതകും കൂടാതെ നിർഭയം വസിച്ച് സ്വൈര്യമായിരിക്കുന്നവരുടെ നേരെയും ഞാൻ ചെല്ലുമെന്ന് നീ പറയും. ശേബയും ദദാനും തർസീസ് വർത്തകന്മാരും അതിലെ സകല ബാലസംഘങ്ങളും നിന്നോട്, നീ കൊള്ളയടിക്കുവാനോ വന്നത്? കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിന്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും. ആകയാൽ മനുഷ്യപുത്ര, നീ പ്രവചിച്ച് ഗോഗിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്റെ ജനമായ ഇസ്രായേൽ നിർഭയമായി വസിക്കുന്ന അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? നീയും നിന്നോട് കൂടിയുള്ള പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ വരും. ദേശത്തെ മറയ്ക്കേണ്ടതിന് ഉള്ള ഒരു മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാൺകെ ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എൻ്റെ ദേശത്തിന്റെ നേരെ വരുത്തും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തും എന്ന് പണ്ടത്തെ കാലത്ത് അനേകം സംവത്സരങ്ങളായി പ്രവചിച്ചു പോന്ന അവരുടെ പ്രവാചകന്മാരായ എൻ്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ അന്ന് അരുളി ചെയ്തത് നിന്നെക്കുറിച്ചല്ലയോ? ഇസ്രായേൽ ദേശത്തിന് വിരോധമായി ഗോഗ് വരുന്ന അന്നാളിൽ എൻ്റെ ക്രോധം എൻ്റെ മൂക്കിൽ ഉജ്ജ്വലിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്തൊരു വലിയ ഭൂകമ്പമുണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിൽ
എൻ്റെ ക്രോധത്തിൽ അരുളി ചെയ്തിരിക്കുന്നു. അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗവും നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറയ്ക്കും. മലകൾ ഇടിഞ്ഞു പോകും, കടും തൂക്കങ്ങൾ വീണുപോകും, എല്ലാ മതിലും നിലംപരിചാകും. ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അതിൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഓരോരുത്തൻ വാൾ അവനവൻ്റെ സഹോദരന് വിരോധമായിരിക്കും. ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവരെ ന്യായം വിധിക്കും. ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവരോടുകൂടിയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും. അങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണുക എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവയെന്ന് അവർ അറിയുകയും ചെയ്യും. 38-39 അധ്യായങ്ങൾ ഏറിയ നാൾ കഴിഞ്ഞു നടക്കേണ്ടതാണെന്ന് ആണ് 8-ാം വാക്യവും അന്ത്യകാലത്ത് നടക്കേണ്ടതാണെന്ന് 16-ാം വാക്യവും പറയുന്നു. ഇസ്രായേൽ ബാബേൽ പ്രവാസത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മടങ്ങി വന്ന് ഭൂമിയുടെ മധ്യഭാഗത്ത് പാർക്കുമെന്നാണ് 11-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവർ ശക്തരും സമ്പന്നരും നിർഭയരുമായിരിക്കുമെന്നുമുണ്ട്. ഇസ്രായേലിന്റെ പ്രതാപം അവരുടെ ദൈവാശ്രയം മൂലം ദൈവം ദാനം ചെയ്തതാണ്. എന്നാൽ ദൈവനിഷേധികളായ ചില രാജ്യങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കാനെത്തും. അത് ഇസ്രായേൽ എന്തെങ്കിലും ദോഷം ചെയ്തിട്ടല്ല, ഇസ്രായേലിന്റെ ദൈവത്തോടുള്ള അവരുടെ വിരോധം കൊണ്ടാണ്. അഹങ്കാരികളെ ഇസ്രായേലിൽ വരുത്തി ദൈവം ശിക്ഷിക്കുമെന്നാണ് 4-17 വാക്യങ്ങളിൽ ഉള്ളത്. അവർ മഴക്കോൾ പോലെയും മേഘം പോലെയും വരുമെന്ന് 9-ാം വാക്യത്തിൽ പറയുന്നു. അത് വിമാനങ്ങളെ കുറിച്ച് അതുപോലെ മിസൈലുകളെ കുറിച്ചുള്ള പ്രവചനം ആണെന്നതിന് സംശയമില്ല. സകല ആയുധങ്ങളുമായാണ് റോഷ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗ് വരുന്നത് എന്നാണ് ഈ അധ്യായം പറയുന്നത്. ഇത് റഷ്യയും റഷ്യയുടെ സഖ്യകക്ഷികളെയും കുറിച്ചുള്ളതാണ്. ഗോമേർ എന്നുള്ളത് ജർമ്മനിയുടെ കാര്യമാണ് എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. ദൈവം അവരെ ഇസ്രായേലിനെ കൊണ്ട് ശിക്ഷിക്കും, കനത്ത തിരിച്ചടി നൽകിക്കുമെന്ന് മാത്രമല്ല, ഭൂകമ്പം, മഹാമാരി, പെരുമഴ, ആലിപ്പഴം, തീയ, ഗന്ധകം തുടങ്ങി ഉള്ള കാര്യങ്ങൾ ദൈവം അവർക്കെതിരെ ഉപയോഗിക്കും. പണ്ടും ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട്. കടന്നലുകളെ കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഇടിമിന്നലുകൾ വരുത്തിയിട്ടുണ്ട്, കൽമഴ പെയ്ച്ചിട്ടുണ്ട്. ഇതെല്ലാം അവർക്കെതിരെ വന്ന് അവർ തകർന്ന് തരിപ്പണമാകും എന്നാണ് 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. ഗോഗ് എന്നുള്ളത് നിരീശ്വര രാജ്യമായ റഷ്യയാണ്. അവരുടെ ദൈവനിഷേധത്തിന് തക്കതായ ശിക്ഷ ദൈവം നൽകുക വഴി യഹോവ സത്യദൈവമാണെന്ന് ബാക്കിയുള്ള ആളുകൾ, ബാക്കിയുള്ള രാജ്യങ്ങൾ അറിയാനിടയായി തീരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ ദൈവനിഷേധികൾ ദൈവത്തെ അറിയുവാൻ ഇടയായി തീരും. പക്ഷേ അവർക്ക് മാനസാന്തരപ്പെടാനോ ദൈവരാജ്യത്തിൽ എത്താനോ കഴിയുകയില്ല. കാരണം സമയം കഴിഞ്ഞിരിക്കും. ഇന്ന് യേശുവിനെ കൈക്കൊണ്ട് പാപമോചനം നേടുവാൻ, ദൈവമക്കളാകാൻ എല്ലാവർക്കും ദൈവം സംഗതി വരുത്തട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.